ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പിൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഈ ദിനങ്ങളിൽ ഇന്ന് ധ്യാനചിന്തയ്ക്കായി നൽകിയിരിക്കുന്ന വിഷയം നോമ്പ്, നിത്യജീവൻ്റെ കാലം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള വചനങ്ങളെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ ധ്യാനചിന്ത ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ഒരിക്കൽ ഒരു ന്യായശാസ്ത്രി യേശുവിനോട് ചോദിച്ചു, ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണം? എൻ്റെ കൂട്ടുകാരന് ആരായിരിക്കും എന്ന്. യേശു കർത്താവ് ആ ന്യായശാസ്ത്രിയോട് പറഞ്ഞു, ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പുറപ്പെട്ടു പോവുകയായിരുന്നു. വഴിമധ്യേ വെച്ച് ആ മനുഷ്യൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. കള്ളന്മാർ ആ മനുഷ്യൻ്റെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ച് പോയി. അതുവഴിയായി യാദൃച്ഛികമായി ഒരു പുരോഹിതൻ കടന്നു വന്നു. ആ മനുഷ്യനെ കണ്ടിട്ട് മാറി കടന്നുപോയി. ഒരു ലേവ്യനും കടന്നു വന്നു. ലേവ്യനും ആ മനുഷ്യനെ കണ്ടിട്ട് മാറി കടന്നുപോയി. ഒരു ശമരിയക്കാരൻ വഴിപോകയിൽ ആ മനുഷ്യൻ്റെ അടുത്തെത്തി. അവനോട് മനസ്സലിഞ്ഞ് കരുണ തോന്നി അവൻ്റെ മുറിവുകളേക്ക് കെട്ടി എണ്ണയും വീഞ്ഞും പകർന്ന് തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി രക്ഷ ചെയ്തു. ഈ മനുഷ്യനെ ആരാണ് യഥാർത്ഥ കൂട്ടുകാരനായി തീർന്നത്? തന്നോട് കരുണ കാണിച്ച മനുഷ്യനാണ് യഥാർത്ഥ കൂട്ടുകാരനായി തീർന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കരുണയുടെ അംശം ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. കരുണ പറ്റിയ ഒരു സമൂഹത്തിന് ക്രിസ്തു നൽകിയ മനോഹരമായ ഒരു മറുപടിയാണ് നല്ല ശമരിയക്കാരൻ്റെ ഉപമ. ഈ കരുണയുടെ അംശം നഷ്ടമായി പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവരോട് കരുണ കാണിക്കുവാൻ സാധിക്കാതെ പോകുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു സമൂഹത്തിൽ നിന്നും മാറി ചിന്തിക്കുവാനായിട്ട് ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യേശു തൻ്റെ അടുക്കിലേക്ക് വന്ന എല്ലാവരോടും കരുണ കാണിച്ചു, എല്ലാവരെയും സ്നേഹിച്ചു. തൻ്റെ ഏറ്റവും വലിയ വിലയായ തൻ്റെ ജീവൻ നൽകിക്കൊണ്ടാണ് യേശു കർത്താവ് ഈ ലോകത്തു നിന്നും കടന്നുപോയത്. അതുപോലെ മറ്റുള്ളവരെ കരുതുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരു നല്ല ശമരിയക്കാരനായിട്ട്, നല്ല കൂട്ടുകാരനായിട്ട് മാറുവാൻ നമുക്ക് കഴിയണം. ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ നാം നമ്മുടെ ജീവിതത്തിൽ കരുണ പ്രാവർത്തികമാക്കുമ്പോഴാണ് ഒരു യഥാർത്ഥ ക്രൈസ്തവനായിട്ട് മാറുവാൻ നമുക്ക് കഴിയുന്നത്. നിത്യജീവന് അവകാശിയായി തീരുവാൻ നമുക്ക് കഴിയുന്നത്. മദർ തെരേസയെപ്പോലെ, ഫ്ലോറൻസ് നൈറ്റിംഗേലിനെ പോലെ മറ്റുള്ളവരുടെ നൊമ്പരങ്ങളിലേക്കും വേദനകളിലേക്കും ഇറങ്ങിച്ചെല്ലുന്ന ഒരു അയൽക്കാരനായി, ഒരു കൂട്ടുകാരനായി, നല്ലൊരു ശമരിയക്കാരനായി മാറുവാൻ നമുക്ക് കഴിയട്ടെ. ദൈവത്തിൻ്റെ കാപട്യമില്ലാത്ത നിയമങ്ങൾ അനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന നല്ലൊരു മനുഷ്യനായി തീരുവാൻ നമുക്ക് കഴിയട്ടെ. മറ്റുള്ളവരുടെ കരുണ കാണിക്കുവാനും, മറ്റുള്ളവരെ സ്നേഹിക്കുവാനും, മറ്റുള്ളവരെ കരുതുവാനും ഒരു കൂട്ടുകാരനായി തീരുമ്പോൾ മാത്രമാണ് നമുക്ക് നിത്യജീവൻ നേടുവാനായിട്ട് കഴിയുന്നത്. അതിനായി ദൈവം നമ്മേവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.